സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ ഗുരുജനങ്ങൾക്കും ഞങ്ങളുടെ നിങ്ങളുടെ കൊച്ചുമക്കളുടെ അച്ഛനമ്മമാർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമായി കൈരളി കലാകേന്ദ്രത്തിലെ സംഗീത നൃത്തോത്സവത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കൈരളി കലാകേന്ദ്രത്തിന് 23 വയസ്സ് തികയുന്ന ദിവസമാണ്. കേരളത്തിലാണെങ്കിലും UAE-യിലാണെങ്കിലും ഒക്കെ വീട്ടിലൊരു കളരി ഉണ്ടാവുക, അവരെ നൃത്തം പഠിപ്പിക്കാൻ എൻ്റെ ഗുരു, എൻ്റെ അമ്മ, എൻ്റെ ദൈവം ശ്രീമതി കലാമണ്ഡലം സുമതി ഉണ്ടാവുക, അമ്മയോടൊപ്പം ഞാനും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ ഒരു സ്വപ്നമാണ്. നർത്തകിയായും നൃത്ത അധ്യാപികയായും തീർച്ചയായും അഭിനേത്രിയുമായൊക്കെ ചേർത്ത് പിടിച്ചത് പ്രവാസി മലയാളികളായ നിങ്ങൾ ഓരോരുത്തരുമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്നത് എന്താണെന്ന് ചോദിക്കും. നൃത്തം ചെയ്യുന്നതാണോ, അഭിനയിക്കുന്നതാണോ? പക്ഷെ ഇതിലൊക്കെ ഉപരി പഠിപ്പിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സംതൃപ്തിയും ആനന്ദവും ഞാൻ കാണുന്നത്. എല്ലാ അധ്യാപകന്മാർക്കും അധ്യാപികമാർക്കും അങ്ങനെ ആയിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ നൃത്തം സംഗീതമൊക്കെ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ നിങ്ങൾ അനുഗ്രഹിക്കണം. താങ്ക് യു സോ മച്ച്. பச்சை மயில் வாகனனே சிவபால சுப்பிரமணியனே வா, பச்சை மயில் வாகனனே சிவபால சுப்பிரமணியனே வா, என் நிச்சயலாம் உன்மேலே வைத்தேன் எல்லளவும் மையமில்லையே, வெள்ளமது பள்ளம் தண்ணீளே மிக வேகமாய் பாய்ந்திடும் தன்மை போலே என் நெஞ்சமதில் புகுந்து விட்டார் முருகா, கள்ளமெல்லாம் மறைந்ததப்பா. பச்சை மயில் வாகனனே சிவபால சுப்பிரமணியனே வா, என் நிச்சயலாம் உன்மேலே வைத்தேன் எள்ளளவும் மையமில்லையே, கொச்சை மொழியானாலும் நான் கொஞ்சி கொஞ்சி பாடிடுவேன், சர்ச்சையெல்லாம் தீர்ந்ததப்பா, எங்கும் சாந்தி நிலவுதப்பா. பச்சை மயில் வாகனனே சிவபால சுப்பிரமணியனே வா, என் நிச்சயலாம் உன்மேலே வைத்தேன் எள்ளளவும் மையமில்லையே, நெஞ்சமெனும் கோயில் சமைத்தேன் அதில் நேர்மை எனும் தீபம் வைத்தேன், செஞ்சிலம்பு கொஞ்சிடவே வா முருகா, சேவல் கொடி வேலவனே. பச்சை மயில் வாகனனே சிவபால சுப்பிரமணியனே வா, என் நிச்சயலாம் உன்மேலே வைத்தேன் எள்ளளவும் மையமில்லையே, பச்சை மயில் வாகனனே சிவ